ഒറ്റ വീഡിയോയിൽ ഷാജാനെ ഞാൻ എന്താക്കാം, ഷാജാന്റെ നടുപ്പേജ് കീറാന്നാ വിചാരിച്ചത്. പക്ഷെ ഷാജാൻ തന്നെ എന്റെ നടുപ്പേജ് കീറല എന്നുള്ള കണ്ടീഷനിൽ പിന്നെയും വന്നു. ഷാജാൻ പറയുന്ന ഒരു വീഡിയോ ഇപ്പൊ ഓൻ തന്നെ ഓന്റെ യൂട്യൂബ് ചാനലിൽ കൊളാവായിട്ട് ഇട്ടിട്ടുണ്ട്. അല്ല റിഷാദ്, ആ ചെങ്ങായിക്ക് തീരെ കഥല്ലടാ. എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നത് അവിടെ കിടന്നിട്ട്. തൊപ്പി ഷാജാനോട് വാന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച്. ഷാജാൻ പറഞ്ഞു ഞാൻ ഒറ്റക്ക് പോവടാ, ഞാൻ ഒറ്റക്ക് പോയിട്ട് അടിക്കടാ, റാമോ വാടാ, ഇന്ന് ഞാൻ അടിക്കാന്നെല്ലാം പറഞ്ഞു. എന്നിട്ട് ഒരു വണ്ടി ജാഥക്ക് ആളെ കൂട്ടിട്ടാ പോയെ, എന്തിനാ അടികൊണ്ട് തൂക്കിക്കൊണ്ടുപോകാൻ. അപ്പൊ ആ വീഡിയോ വേണം കാണിച്ചതാ. ഞമ്മക്കട അന്റെ അടുത്തേക്ക് വരാനേ കുറെ ജാഥക്കുള്ള ആൾക്കാരൊന്നും വേണ്ട, ഞമ്മളെന്നെ മതി. ചങ്കുറപ്പുണ്ടെങ്കിലേ അന്ന അടിച്ചു വീഴ്ത്താനുള്ള കൈ എനിക്കുണ്ടേ. അപ്പോ നിങ്ങൾ വീഡിയോ കണ്ടല്ലോ, ഇതേപോലെ ഒരു വണ്ടിക്ക് ആളെയും കൂട്ടിട്ട് ഷാജാൻ അടി കൊണ്ട് കഴിയുമ്പോൾ തൊപ്പിനെ കൊണ്ടുപോകാനാണോ അല്ലെ ഷാജാനെ തന്നെ എടുത്തു കൊണ്ടുപോകാനുള്ള ആൾക്കാരെയും കൂട്ടിട്ട് ഷാജാൻ ഈ ചെങ്ങായി വെറുതെ മലപ്പുറംകാരെ പറയിപ്പിക്കാൻ വേണ്ടിട്ടുള്ള ഒരു ഇനി കമന്റ് ബോക്സ് കണ്ടു. ഇപ്പൊ ഷാജാന്റെ കമന്റ് ബോക്സിൽ ഫുള്ള് മലപ്പുറത്താർ. ഓനെന്താ പറയാ, ഇത് മലപ്പുറത്താരനല്ലേ, ഓന് സ്ഥിരതല്ലാന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ഓനൊരു പെണ്ണ് ഇപ്പൊ അങ്ങനെ രണ്ടാൾക്കാർ നടന്നു അല്ലെങ്കിൽ കണ്ടു എന്ന് വിചാരിച്ചിട്ട് എന്താ പ്രശ്നം? തൊപ്പിക്ക് അറിയാം പെണ്ണുങ്ങളെ സബ്ജക്റ്റില് ഇട്ടാല് തൂങ്ങൽ ഉറപ്പാന്ന്. അതിന്റെ ഒരു കാരണമാണ് തൊപ്പിന്റെ കൂടെയുള്ള മമ്മു എന്തോ ഒരു കേസായിട്ട് അറിയാണ്ട് വായിന്ന് വീണ് അങ്ങനെ ആൾക്കാർ ജനം എടുത്ത് പുറത്തിട്ട്. അപ്പൊ ഇപ്പൊ ഷാജാന്റെ കൂടെ കുറെ എണ്ണം കൂടിയിട്ടുണ്ട്, ഒരു 3-4. പിന്നെ അതിൽ ആ പാണ്ടിക്കാട് കുഞ്ഞാനൊക്കെ വന്നിട്ട് എന്ത് തേങ്ങ കാട്ടുന്നത്, എല്ലാ തീട്ട കേസും വേറെത്തനുണ്ട് വേക്കില്. ഓനിക്ക് തിരിഞ്ഞിട്ടുണ്ടല്ലോ എന്തിനാ പോയെ. ഇങ്ങനത്തെ കോമഡി അല്ല, ഷാജാന്റെ വേക്കേസ് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഓൻ വിചാരിച്ചത് മസാല കച്ചവടത്തിനെ പോലെ മറ്റോ പോയത്. അല്ല, ഇതൊക്കെ കണ്ട് റീച്ച് എന്താ ഇനിയിപ്പോ വല്ല ട്രോളൊക്കെ വരുമ്പോ ഉണ്ടാവും. എന്നിട്ട് ഇനി ഓൺ വോയിസിൽ വരും, അത് ഞാൻ അങ്ങനെ ചെയ്തതല്ല ഇങ്ങനെ ചെയ്തതല്ല. അതുകൊണ്ട് നടക്കാൻ പോന്ന ഷാജാന്റെ കൂടെ പോയൊരു സ്ഥലക്കച്ചവടത്തിന് പോയൊരു വേറത്തെ റീലെടുക്കാൻ പോയതാ. അതിനിടെ കൂടെ നടക്കുന്നുണ്ട്. അതിനിടയിൽ ഷാജാന് ധൈര്യമുണ്ടെങ്കിൽ വേടാ ഞാൻ റെഡി. പറയാനുള്ള കാര്യം ഷാജാനോട്, തൊപ്പി എണീക്കല് വൈകുന്നേരം 4 മണിക്ക് നൈറ്റ് ഡ്യൂട്ടി ഉള്ള ആളാണ്. ഞാൻ സമയത്ത് തന്നെ പോയാൽ ചിലപ്പോ എന്താക്കാം തൊപ്പിനെ കാണാൻ പറ്റും. അല്ലാണ്ട് രാത്രി 2 മണി 3 മണി 4 മണിക്കും കിടന്നുറങ്ങുന്ന തൊപ്പിന്റെ പോലെ രാവിലെ സുബൈക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് നേരെ ഞാൻ പറഞ്ഞില്ലേ ഓനോ യുവാക്ക് അങ്ങനത്തെ അല്ല അവസ്ഥ. ഇപ്പൊ തൊപ്പി എന്നാ പറഞ്ഞേക്ക് എന്ത് ഒറ്റ വീഡിയോയിൽ നിർത്തുന്ന. അങ്ങനെ ഞാനും അവന്റെ വീഡിയോ ലാസ്റ്റ് എന്താ പറയാ, ഒരു വീഡിയോ നല്ല റീച്ച് കയറി പോകുന്നുണ്ട്. ആ വീഡിയോയിലൂടെ നിർത്താനുള്ള പരിപാടി. എടോ, ഞാൻ ഈ ഷാജാനില്ലേ അറിയുന്നില്ല, ഞാൻ അടിച്ചു നോക്കുമ്പോ 1 മില്യൺ ഫോളോവേഴ്സ്. എങ്ങനെ 1 മില്യൺ ഫോളോവേഴ്സ് എങ്ങനെ കിട്ടി? വീഡിയോ എടുക്കലൊക്കെ നിർത്തേണ്ടി വരും. എന്താ കാണുന്നത്, പേരിന് പറ്റിയ സാധനം തന്നെയാണ് അവരുടെ ക്യാരക്ടറും. പോത്ത് പറയാനുള്ളേ അല്ല മായ്ക്ക് നിങ്ങളോട് പണ്ടുള്ള ആൾക്കാർ പറയും പോത്തിനോട് വേദോതിന് കാര്യമില്ല. അല്ലാണ്ട് ആ മണ്ട ഓ ലൈവിൽ എന്തെങ്കിലും വിളിച്ചു പറയുന്ന കണ്ടിട്ട് രാവിലെ തന്നെ തല്ലാൻ ഞാൻ റെഡിടാ. അതെന്താ ബെല്ലാരിയോ രാജമാണിക്യത്തില് മമ്മൂട്ടി പറഞ്ഞാലോ പാടാ ഞാൻ റെഡി. ഞാൻ പ്രായത്തിനുള്ള ഒരു ബുദ്ധി കാണിക്കണ്ട മനുഷ്യന്മാര്. അതിന്റെ കമന്റ് ബോക്സ് കിട്ടാ. ഇപ്പൊ മലപ്പുറമല്ല, തണ്ടും തടിയും ഇല്ലടാ 4-5 ആളുകൾക്ക് പോയിട്ട് പണിയെടുത്ത് ജയിച്ചോ. പിന്നെ വേറെ വിഷയമുണ്ട്, ഓല് നല്ല ഇപ്പത്തെ ചെക്കന്മാരാണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് കുറേതായിട്ടുള്ള സെറ്റപ്പ് ഉണ്ടാവും. അങ്ങനെ ചെറിയ ചെക്കന്മാർ നമ്മള് ആൾക്കാർ ചെറുതാന്ന് വിചാരിച്ചിട്ട് പോയി തോണ്ടാന്ന് നിന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പണി കിട്ടും. അപ്പോ ശ്രദ്ധിക്കേണ്ട കാര്യമോ, നല്ലോണം പോവാണെങ്കിൽ എല്ലാവർക്കും നല്ലോണം പോവാ. ഷാജാന്റെ കൂട്ടും പിടിച്ചിട്ട് സ്ഥലക്കച്ചവടത്തിന് ഇറങ്ങി വരൂ. അല്ല, ഞാൻ പേരെടുത്ത് പറയാം, പാടിക്കാട് ഞാൻ അങ്ങനത്തെ വല്ല ശ്രദ്ധിക്കുക. അപ്പോ അടുത്തൊരു വീഡിയോ ഒക്കെ ഞാൻ വെക്കുന്നില്ല. ഈ വിഷയം ഇതോടെ തീർക്കാനാ വിചാരിക്കുന്നത്. നിങ്ങളായിട്ട് എന്താക്കരുത്, ഈ റീച്ച് കേട്ടിട്ട് എനിക്ക് അടുത്തൊരു സബ്ജക്ട് ഉണ്ടാക്കി തെറി വേണ്ട. അത്യാവശ്യത്തിൽ കൂടുതൽ എന്താക്കുന്നുണ്ട്, ഷാജാനൊക്കെ അടിക്കുന്നുണ്ട്. അല്ലേ, അത് കിട്ടണം. ഇവന്മാരിത് വെറുതെ വന്ന് ഓരോ കോപ്രായങ്ങൾ കാട്ടും. എന്നിട്ട് ഈ പാണ്ടിക്കാട് കുഞ്ഞാന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം വന്നിട്ട് ഇഞ്ഞോന്റെ സങ്കടങ്ങൾ മൊത്തം പറയും. ഇഞ്ഞോന് വല്ല ട്രോളും കിട്ടി ഓനെ എയർലൈൻ കഴിഞ്ഞാൽ ഇവനെന്താ കാശ്. ഇനിയിപ്പോ ഇവൻ വരും, കുഞ്ഞാൻ വരും ലൈവ് ഇട്ടിട്ട് കാശ്
ഞാൻ എന്നെ രാവിലെ വിളിച്ചതായിരുന്നു, ഞാൻ അറിയാണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് സുഹൃത്ത് വിളിച്ചേരം പോയതാ. ഈ വിഷയങ്ങളൊന്നും ഞാൻ അറിയില്ലായിരുന്നു. അല്ലാണ്ട് ഈ ഒരു കാര്യത്തില് തലയിടേണ്ട വല്ല തമ്മിലായി അത്രേ ഉള്ളൂ. അപ്പൊ ഈ ഒരു വിഷയം ഇതോടെ തീർത്താല് ഷാജഹാൻ നല്ലയാ, അല്ലെങ്കിൽ മൊത്തം എന്താ പറയാ തൊപ്പിയും പിള്ളേരും അടിച്ചു മാറ്റി. എന്നിട്ട് തന്നെ ഇപ്പൊ ഷാജഹാന്റെ അക്കൗണ്ട് ആരൊക്കെയോ റിപ്പോർട്ട് അടിക്കും. അപ്പൊ നഴ്സറി പിള്ളേര് കടിച്ചാലും എന്താ പറയാ അത്തായം മുഴങ്ങും, കടി പണ്ട് പറഞ്ഞില്ല നീർക്കോലി കടിച്ചാലും അത്തായം മുഴങ്ങും. അതേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്തോളി. എന്താ പറയാ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് അധികം വീഡിയോ മനസ്സിലാക്കി കൊടുത്തോളൂ. ഷാജഹാൻ ഒരുപാട് ഹീറ്റേഴ്സ് ഉണ്ട് സോഷ്യൽ മീഡിയയിൽ, ഒരുപാടോ. ആ മലപ്പുറം ജില്ല മൊത്തം കമന്റ് ബോക്സിൽ ശ്രദ്ധിക്കോ. ഓന് ഇപ്പൊ ചെയ്യുന്ന ഇതൊക്കെ ചെയ്തിട്ട് നല്ല മര്യാദക്ക് പോവാം. അതുപോലെ നേർക്ക് ഗിവ് അവേ നടത്തിട്ട് കൊടുത്താല് മുന്നോട്ട് പോവാ. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആണ്, ട്രെൻഡിനനുസരിച്ചിട്ട് ആൾക്കാർ വേറെ വരും, വേറെ കുറെ. അസ്സലാമു